പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത തേടി തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിശ്വംസിഹാ സുവിശേഷത്തിൽ അരുൾ ചെയ്ത വചനങ്ങൾ, പ്രത്യേകിച്ച് പത്രോസിനെയും കൂട്ടരെയും ഒക്കെ വിളിക്കുന്ന സുന്ദരമായ ഒരനുഭവമാണ്. അത്ഭുതകരമായ ഒരിടപെടൽ കർത്താവിൻ്റെ ജീവിതത്തിലുണ്ടാവുകയാണ്. പത്രോസിൻ്റെ വഞ്ചിയിൽ കയറി നിന്ന് ഈശോ പഠിപ്പിച്ച പഠിപ്പിക്കലാണ് ഇന്നും തുടരുന്നത്. സഭയാണത്. പത്രോസിൻ്റെ വഞ്ചി സഭയാണ്. പത്രോസ് സമരക്കാരനായ ഈശോ സ്ഥാപിച്ച സഭയിൽ സുവിശേഷം ഇന്നും പ്രചരിക്കപ്പെടുന്നുണ്ട്. അതാണ് നമ്മുടെ ജോലി. അത് ചെയ്യാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഇന്നത്തെ ജപമാല പ്രദക്ഷിണവും പ്രാർത്ഥനയുമൊക്കെ നമ്മുടെ രൂപതയുടെ വിശ്വാസ ഐക്യദാർഢ്യത്തിൻ്റെ പ്രതിഫലനമായി നടത്താൻ നമുക്ക് കഴിയട്ടെ. ഇന്നലെ നിങ്ങൾ അറിഞ്ഞതുപോലെ പൂഞ്ഞാർ പള്ളിയിൽ ഉണ്ടായ സംഭവവികാസങ്ങൾ ആകസ്മികമെന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ചില കുഞ്ഞുങ്ങളുടെ കാപാലിത്തരം താണ്ഡവ നൃത്തമാടിയതെന്നൊക്കെ പറഞ്ഞ് അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും. തമസ്കരിച്ച് കളയാവുന്നവയല്ലേ എന്ന് ചോദിച്ചാൽ, മതത്തിൻ്റെ പ്രത്യേക കാഴ്ചപ്പാടോട് ചേർന്ന് മത അന്ധത രാഷ്ട്രീയമായ ധ്രുവീകരണത്തിനും മറ്റു പലതരത്തിലുള്ള കാരണങ്ങൾക്കും ഉപയോഗിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഒന്നും ആകസ്മികമായി കാണാൻ ദൈവം നമ്മെ പഠിപ്പിക്കുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് അതിനോടൊരു ഐക്യദാർഢ്യം രൂപത ഇന്നും നാളെയുമൊക്കെ ആയിട്ട് നമ്മൾ തീക്ഷ്ണമായി പ്രകടിപ്പിക്കുന്നുണ്ട്. അത് ഒരു കൊച്ചച്ഛൻ ആക്രമിക്കപ്പെട്ട സംഭവമൊക്കെ നമുക്കറിയാം. പള്ളിമുറ്റത്ത് പള്ളിയിൽ അച്ഛന്മാർക്കും വിശ്വാസികൾക്കും നിൽക്കാനോ പ്രവർത്തിക്കാനോ പ്രാർത്ഥിക്കാനോ സാധ്യമല്ലാത്ത ഒരു അവസ്ഥയുണ്ടാകുന്നത് ജനാധിപത്യത്തിനൊരിക്കലും ഭൂഷണമല്ല. അപ്പോൾ അത് നമ്മൾ വച്ച് പൊറുപ്പിക്കില്ല. അതിന് നമ്മൾ ഹിംസയുടെ മാർഗമൊന്നും സ്വീകരിക്കില്ല. അടിക്കടി പഴയ നിയമത്തിലുള്ള ഒരു ചിന്തയാണ്. കർത്താവ് സ്നേഹം കൊണ്ട് അതിനെ തിരുത്തി സ്നേഹത്തോടു കൂടിയ പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ ആഹ്വാനമാണ് നമ്മളിവിടെ നടത്തുന്നത്. ഇന്ന് ജപമാല പ്രദക്ഷിണത്തിന് മുൻപിൽ പ്രതീകാത്മകമായി നമ്മൾ അവനോട് പ്രാർത്ഥനാപൂർവകമായ ഐക്യദാർഢ്യം ആ ഇടവകയോടും അവിടെ സംഭവിച്ച സംഭവവികാസങ്ങളിൽ ദുഃഖിതരായിരിക്കുന്ന ഇടവക സമൂഹത്തോടും ബഹുമാനപ്പെട്ട വികാരിയച്ഛനോടും കൊച്ചച്ഛനോടും പ്രകടിപ്പിക്കാൻ പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥത നമ്മൾ തേടുകയാണ്. ആ ഇടവകയും അമ്മയുടെ മധ്യസ്ഥതയുള്ള ഒരു ഇടവകയാണ്. നമ്മൾ നാളെ ശേഷം മറ്റ് കാര്യങ്ങളൊക്കെയുണ്ട്. വല്യച്ഛൻ മലയിലേക്ക് നമ്മൾ തീർത്ഥാടനം നടത്തുന്നുണ്ട്. നൂറുകണക്കിന് വാഹനങ്ങളിലൂടെ നൂറുകണക്കിന് ആളുകളും നമ്മൾ വല്യച്ഛൻ മലയിലേക്ക് പോകുന്നതും വെറും പ്രതീകാത്മകമല്ല. അവിടെയും നമ്മൾ പ്രാർത്ഥനയിൽ വിശ്വാസത്തിൻ്റെ പടയാളികളാണ് നമ്മൾ. ഗീവർഗീസിനെ പോലെ സത്യത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഗീവർഗീസ് പോരാടിയതുപോലെ പൈശാചിക ശക്തികളുടെ അധാർമികമായ മേൽക്കോയ്മയ്ക്കെതിരെ പടവാള എന്താൻ, വിശ്വാസത്തിൻ്റെ പടവാള എന്താൻ നമ്മൾ പരിശ്രമിക്കും. അത് നമ്മുടെ നിശ്ചയദാർഢ്യമാണ്. അത് നമ്മൾ ചെയ്യണം, നമ്മുടെ കടമയാണ്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അക്രമികൾക്ക് മനസാന്തരമുണ്ടാകാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത തേടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, പ്രത്യേകിച്ച് കുരിശിൻ ചുവട്ടിൽ തൻ്റെ ഏകമകനെ പീഡനത്തിന് വേണ്ടി വിട്ടുകൊടുത്ത അമ്മ, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ പീഡ സഹിച്ചപ്പോൾ ഹൃദയത്തിൽ ഈശോമിശിഹ ഏറ്റെടുത്ത ഓരോ പീഡയും സ്വന്തം ഹൃദയത്തിൽ ആവാഹിച്ച അമ്മയാണ് നമ്മുടെ അമ്മ, ഈശോയുടെ അമ്മ. ഈ വേദനകളെല്ലാം പ്രത്യേകിച്ച് പൗരോഹിത്യത്തിൻ്റെ അമ്മയായ ഈശോ, ഒരു കൊച്ചച്ഛൻ ആക്രമിക്കപ്പെട്ടതിൻ്റെ വേദന കൊണ്ടല്ല, വൈദികരുടെ മേത്ത് കൈവച്ചു എന്നതുകൊണ്ടുണ്ടാകുന്ന ധാർമ്മിക രോഷമല്ല ഇത്, പ്രിയപ്പെട്ടവർ. നാളെയും ഇതൊക്കെ ഉണ്ടാകുമെന്ന തിരിച്ചറിവ് വൈദികരായ ഞങ്ങൾക്ക് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് ഭയമില്ല. കാരണം ഞങ്ങളുടെ അഭയം ദൈവത്തിലാണ്, നമ്മുടെ അഭയവും അവിടെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഛിദ്രശക്തിയുള്ള, അന്ധത ബാധിച്ച, മതത്തിൻ്റെ തിമിരം ബാധിച്ച, പള്ളിയും പരിശുദ്ധവും പാവനവുമായ സങ്കേതങ്ങളും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നത് കേരളത്തിലേക്ക് കടന്നു വരത്തക്ക രീതിയിലുള്ള പൈശാചിക കുൽസിത പ്രവർത്തനങ്ങൾ എന്തു വില കൊടുത്തും ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടത് ഒരു ദൈവിക പദ്ധതിയാണ്. അപ്പം നമ്മുടെ ധാർമ്മിക രോഷം ഉണരട്ടെ.
നമ്മുടെ കൂട്ടായ്മയും സാമുദായിക ബോധവും വളരട്ടെ. നമുക്കത് അത്യാവശ്യമാണ്. ഞാൻ ആർക്കും എതിരെയല്ല സംസാരിക്കുന്നത്, ആർക്കും എതിരെയല്ല, ഒന്നിനും എതിരെ അല്ലെന്ന് വിചാരിക്കരുത്. ഇത്തരത്തിലുള്ള വിഭാഗീയ, പ്രത്യേകിച്ച് അക്രമാസക്തമായ, ചിലപ്പോൾ എന്തിൻ്റെ കാരണങ്ങളൊക്കെ എന്തുവാകട്ടെ, ഇപ്പം ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അവിടെ ഒറ്റപ്പെട്ട സംഭവമൊന്നും അല്ല, ചുരുക്കം ചിലതൊക്കെ ഒറ്റപ്പെട്ടതെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും. അപ്പം അതുകൊണ്ട് നമ്മൾ അത്തരത്തിൽ നമുക്ക് ശക്തിയില്ലെന്നോ നമുക്ക് പ്രതികരിക്കാനായിട്ടുള്ള കെൽപ്പില്ലെന്നോ അതുകൊണ്ടൊന്നുമല്ല. പക്ഷേ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ, പ്രത്യേകിച്ച് വൈദികർ, സമൂഹത്തോട് ഉണർത്തിക്കുന്നത് സ്നേഹത്തിൻ്റെ, സമഭാവനയുടെ, സാന്ത്വനത്തിൻ്റെ, സഹിഷ്ണുതയുടെ, പീഡിപ്പിക്കുന്നവരെയും ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്ന ദൈവസ്നേഹത്തിൻ്റെയൊക്കെ കാവ്യനീതിയാണ്. അത് നമുക്കുണ്ടാവണം എന്ന് കരുതി നമ്മൾ നിഷ്ക്രിയരാണെന്നോ അശക്തരാണെന്നോ ദൈവത്താൽ നയിക്കപ്പെടുന്നവർ അല്ലെന്നോ ഉള്ള ചിന്ത നമുക്കില്ല. നമുക്കൊരു ദൈവമുണ്ട്, എല്ലാ ദൈവത്തിൻ്റെയും മുകളിൽ നിൽക്കുന്നവനാണ്. ദൈവം എന്ന് പറയുന്ന ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. മരിച്ചാലും ആക്രമിക്കപ്പെട്ടാലും ആ ദൈവത്തിൽ വിലയം പ്രാപിക്കാൻ പോകുന്നവരാണെന്നുള്ള ആശ്വാസമാണ് പീഡനങ്ങളിൽ നമ്മെ താങ്ങി നിർത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനിത് സൂചിപ്പിച്ചത് നാളെ നമുക്ക് സാധിക്കുന്നിടത്തോളം ആളുകൾക്ക് അരുവിത്തറ കേന്ദ്രമാക്കിക്കൊണ്ടുള്ള പ്രാർത്ഥനാ യജ്ഞത്തിൽ നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി നൽകപ്പെട്ടതാണ്. അപ്പോൾ അതിന് എല്ലാവരും തന്നെ വരാനായിട്ട് താല്പര്യം കാണിക്കുക. വരാൻ പ്രേരിപ്പിക്കപ്പെടുന്ന ഘടകങ്ങളായി ചിലപ്പോൾ ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാകട്ടെ. നമ്മുടെ പോലീസ് അധികാരികൾ, നേതാക്കന്മാർ, രാഷ്ട്രീയ അധികാരികളൊക്കെ നമ്മളോട് കൂടെ നമ്മുടെ ഈ സഹവർത്തിത്വത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് അവർ ചെയ്തു തരുന്നുണ്ട്. അപ്പം നമുക്കത് തമസ്കരിക്കാനും ആവില്ല. അങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മിലും ഉണ്ടാകാൻ പാടില്ല. ആരെയും ഇല്ലായ്മ ചെയ്യാനല്ല, എല്ലാവരെയും ഉൾക്കൊള്ളാനും ഒരേ അമ്മ പെറ്റ മക്കളെ പോലെ ഭാരതീയരായി ജീവിക്കാൻ, വ്യത്യസ്തത ഒരുപാടുള്ളപ്പോഴും കഴിയത്തക്ക സമത്വത്തിൻ്റെ സന്ദേശം അതാണ് നമ്മുടെ അമ്മ, പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്നത്. അപ്പോൾ ഈ ജപമാലയിൽ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും, പ്രത്യേകിച്ച് മതങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിനും ഏതെങ്കിലും തരത്തിലുള്ള കുൽസിത പ്രവർത്തനങ്ങളുണ്ടായാൽ കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിക്കേണ്ടതും ഒരുമയോടുകൂടെ സ്നേഹത്തിൻ്റെ കുടിക്കീഴിൽ അണിചേരാനുമുള്ള സന്നദ്ധതയുടെ ഒരു വലിയ ആഹ്വാനമാണ് ഈ സംഭവത്തിലൂടെയൊക്കെ കിട്ടുന്നത് എന്ന ചിന്ത നമ്മളിൽ ആഴപ്പെടണം. പേടിക്കുകയൊന്നും വേണ്ട, നമുക്കൊരു ദൈവമുണ്ട്. ഒട്ടും ഭയപ്പെടണ്ട, നമുക്കൊരമ്മയുണ്ട്. അത് നമ്മുടെ സങ്കേതമാണ്, അത് നമ്മുടെ ബലമാണ്. ഈ ബലത്തോടാണ് നമ്മളെന്നും ചേർന്ന് നിൽക്കുന്നത്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കണം, ആ ദൈവത്തെ വിളിക്കണം, ആ ദൈവ വിചാരമുണ്ടാകണം. നോമ്പും ത്യാഗങ്ങളുമൊക്കെ അനുഷ്ഠിക്കുമ്പോൾ ഈ ചിന്ത നമുക്കുണ്ടാവണം. അതിനോട് ചേർന്ന് വേണം നമ്മൾ പ്രവർത്തിക്കാൻ. സുന്ദരമായി നമുക്കിതിനൊക്കെ എതിരെ മുദ്രാവാക്യങ്ങളും മറ്റ് പലതും വിളിച്ച് വലിയ റാലിയും കാര്യങ്ങളുമൊക്കെ കുറച്ചൊക്കെ നടത്തേണ്ടി വരുമായിരിക്കാം കേട്ടോ. അല്ലാതെ സമ്മതിക്കുകയാലും തോന്നുന്നു എന്തെങ്കിലും ആട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞേ, അതൊന്നും ഒരു സെക്കൻഡറി, പ്രൈമറി ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രാർത്ഥനയാണ്. അപ്പം അതിനോടൊക്കെ ചേർന്ന് നിൽക്കാൻ എൻ്റെ മക്കളായ വിശ്വാസി സമൂഹമായ നിങ്ങളോട് വികാരിയച്ഛൻ എന്ന രീതിയിൽ ഞാൻ സ്നേഹപൂർവ്വം ഉദ്ബോധിപ്പിക്കുന്നു, ആഹ്വാനം ചെയ്യുന്നു. ഹൃദയത്തിൽ സ്പർദ്ധ വിചാരിക്കാതെ ഹൃദയത്തിൽ സ്നേഹം കൊണ്ട് നിറയ്ക്കുന്ന ദൈവ സാന്നിധ്യം നമുക്കുണ്ടാകട്ടെ. ഈ വാക്കുകളോടുകൂടെ നമുക്കിനി തുടർന്നുള്ള നിമിഷങ്ങൾ അമ്മയുടെ മധ്യസ്ഥത തേടി പോകാം. ഞാൻ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ശേഷം ജപമാല ആരംഭിക്കുമ്പോൾ ജപമാലയുടെ ഫ്രണ്ടിൽ നമ്മൾ പൂഞ്ഞാറുടെ വകയ്ക്കൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒരു പതാക അല്ലെങ്കിൽ ഒരു ബാനറുണ്ടാവും. അതിൻ്റെ പിറകിൽ നമ്മൾ പതിവ് പോലെ ജപമാല പ്രദക്ഷിണം ഇന്ന് നടത്തുന്നു. മറ്റു കാര്യങ്ങൾ നാളെ പിന്നാലെ അറിയിക്കുന്നതുമാണ്. നാളെയുള്ള നമ്മുടെ തീർത്ഥാടനവും ഭംഗിയായി തീരുന്നതിനിട വരുന്നതിനും പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥത പ്രത്യേകിച്ച് നിങ്ങൾ നടത്തുന്ന തീർത്ഥാടനങ്ങളുടെ പൂരണത്തിനുണ്ടാകട്ടെ എന്നോർക്കുന്നു. ഈ കുർബാനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും, നിങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളും ഈ കുർബാനയോടും ഇന്നർപ്പിക്കുന്ന മറ്റ് പ്രാർത്ഥനകളോടും പ്രത്യേകിച്ച് ഈ നവനാൾ പ്രാർത്ഥനയോടും ചേർത്ത് വെച്ച് ഞാനും പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വൈദികരായ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം. ഈ ഇടവക സമൂഹത്തെ, പവിത്രമായ ആലയത്തെ, ആ ദേവാലയ അന്തരീക്ഷത്തെ ശുദ്ധമായി സൂക്ഷിക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച കൊച്ചച്ഛനാണ് ഇത്തരത്തിലുള്ള വേദനാജനകമായ അനുഭവം ഉണ്ടായത്. വൈദികരായ ഞങ്ങൾ പിറകോട്ടൊന്നുമില്ല. ഈശോയുടെ നാമത്തിന് മഹത്വമുണ്ടാകുന്നതിന്, ഇവിടം പവിത്രമായി സൂക്ഷിക്കുന്നതിന് ഞങ്ങളാൽ പറ്റുന്ന കാര്യങ്ങൾ തുടർന്നും ചെയ്യാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. ഒരു കാര്യം മാത്രം, നിങ്ങളുടെ പ്രാർത്ഥന.
വൈദികർക്ക് വേണ്ടി കൂടെ ഉണ്ടാകുമല്ലോ. പ്രത്യേകിച്ച് നമുക്ക് ആ കൊച്ചച്ഛനെ, അവരുടെ മാതാപിതാക്കന്മാരെ, ഞാൻ ഇന്നലെ അവരോടൊക്കെ സംസാരിച്ചിരുന്നു. അവർക്കോടൊക്കെയുള്ള ഐക്യദാർഢ്യം, സ്നേഹം നമുക്ക് പ്രഖ്യാപിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയിൽ വിശ്വസിക്കാം. അമ്മ ഈശോയോട് നമുക്ക് വേണ്ടി